രാഖി, ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന ഈ ലോൺ ആപ്പിനെ പറ്റി കണ്ണൂർ എന്ന സിറ്റി പോലീസ് കമ്മീഷണർ, അയാളുടെ പേര് നിതിൻ രാജ് തന്നെയാണ്. അന്ന് രാത്രി തന്നെ പറഞ്ഞു തുടങ്ങിയാണ് ആദ്യ പ്രയോറിറ്റിയിൽ. പക്ഷേ സൗകര്യപൂർവ്വം എത്ര രൂപയെന്ന് ഇവരൊന്നും പറയില്ല. എന്തോ കാരണത്താൽ ഒരുപാട് കടങ്ങൾ, അതിന്റെ ഭീഷണി, ആത്മഹത്യ എന്നതിലേക്ക് അന്വേഷണം ചുരുട്ടിക്കെട്ടാൻ ഒരു നീക്കമുണ്ടെന്ന സംശയമുണ്ടോ? സംശയമുണ്ട് സാർ, സംശയമുണ്ട്. എന്തുകൊണ്ടാണ് ആ സംശയം? അത്രയും പൈസയുടെ ഒരു കടവും എൻ്റെ അരിയനില്ല. കാരണം എന്ത് കടമാണെന്നാണ് പറയുന്നത് ഇവരെന്ത് കടം? ഞങ്ങൾ അറിയാത്ത ഒരു കടവും അവനില്ല വീട്ടിൽ. അവൻ്റെ കടം, പഠിക്കാൻ പോകണവന് എങ്ങനെയാണ് കടം വരുന്നിട്ടുണ്ടെങ്കിൽ അത് അടയ്ക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയല്ലേ, ഞങ്ങൾ തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ പഠിക്കുന്നവൻ എങ്ങനെയാണ് പൈസ? അപ്പം നമ്മൾ തന്നെയല്ലേ അടയ്ക്കുന്നത്. അവനുള്ള കട എത്രയാണെന്നും എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. അല്ലാണ്ട് എൻ്റെ അനിയൻ്റെ മേലിൽ വേറെ വലിയ കടകളൊന്നുമില്ല. അല്ല, ഈ 14,000 രൂപ ലോൺ ആപ്പിൽ എടുത്തു, അത് 15,000 രൂപയായി. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇനിയും അങ്ങനെ ലോൺ ആപ്പിൽ കടമെടുത്തു എന്ന് വെക്കൂ. അത് ഞങ്ങൾക്കറിയാം. ലോൺ ആപ്പിൽ കടമെടുത്തു എന്ന് വെക്കൂ, ആരെയെങ്കിലും ഈ ലോൺ ആപ്പാർ വിളിച്ചു എന്ന് വെക്കൂ. അതിന് ഈ പ്രിൻസിപ്പളിന്റെ റൂമിലേക്ക് വിളിച്ചു വരുത്തി തേജോവധം ചെയ്യലാണോ വേണ്ടത്? അതടക്കം അന്വേഷിക്കണ്ടേ? CCTV ദൃശ്യങ്ങൾ ഒന്നല്ല. ഇപ്പോൾ അവിടുത്തെ ഒരു കുട്ടിയുടെ രക്ഷകർത്താവ് എന്നോട് പറഞ്ഞത്, ഈ മാർച്ച് 13-ാം തീയതി ഉച്ചയ്ക്ക് 1:45 ഈ റാമിന്റെ നേതൃത്വത്തിൽ ഈ നിതിനെ അവിടെ എഴുന്നേൽപ്പിച്ച് നിർത്തി നടത്തിയ വൃത്തികേട് പറച്ചിലിന്റെ ഓഡിയോ ക്ലിപ്പുകൾ ആ കുട്ടികളുടെ ഫോണിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ആ ക്ലാസ്സിലെ CCTV എടുക്കണം, കുട്ടികളുടെ ഓഡിയോ ഉണ്ടെങ്കിൽ ശേഖരിക്കണം, അവരോട് ചോദിക്കണം. അതിനൊക്കെ മുമ്പ് ലോൺ ആപ്പ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് രാഖി? എനിക്കറിയില്ല സാർ. എന്തായിരുന്നാലും ഇത് ഒന്നൊരു കേസ് അത് മാറ്റിവിടാൻ ഇന്ന് പ്രിൻസിപ്പൾ സംസാരിച്ച കുറച്ച് കാര്യങ്ങൾ ഞാൻ കേട്ടു. ഈ ലോൺ ആപ്പിൻ്റെ പേരിൽ അവിടെ റൂമിലേക്ക് വിളിച്ചെന്നും അവിടെ നിന്ന് അവൻ്റെ ഫോൺ അവനായിട്ട് ഫോൺ അവിടെ വെച്ചിട്ട് പോയെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പ്രിൻസിപ്പൾ എന്ന് പറയുണ്ടായി. അപ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചപ്പോഴത്തേക്ക് എൻ്റെ അനിയൻ ഫോൺ അവിടെ വെച്ചിട്ട് പോയെന്നാണ് പറയുന്നത്. ഇവർ പാരൻസിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു, പാരൻസിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നെന്ന് പറയുന്നുണ്ട്. ഈ പാരൻസിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെങ്കിൽ ഈ പാരൻസ് അല്ലാണ്ട് അവന് സഹോദരങ്ങളുണ്ടല്ലോ, അടുത്ത് നിൽക്കവേ തന്നെ ഞങ്ങളുടെ നമ്പർ അവർക്ക് മേടിച്ചിട്ട് ഞങ്ങളെ വിളിക്കാമല്ലോ, ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന് ചോദിച്ചിട്ട് അവർക്ക് വിളിക്കാമായിരുന്നല്ലോ. അവരെന്തുകൊണ്ട് അത് ചെയ്തില്ല? എന്നിട്ട് നിതിൻ അവിടെ ഫോൺ വെച്ചിട്ടാണ് ഇറങ്ങിപ്പോയതെന്ന്. ഒരിക്കലും അല്ല, അവൻ്റെ കയ്യിൽ നിന്ന് അവർ ഫോൺ പിടിച്ച് വാങ്ങിച്ചായിരിക്കും വെച്ചത്. അവൻ്റെ കയ്യിൽ നിന്ന് അവന് പുറത്തിറങ്ങി ഞങ്ങളെ പോലും കോൺടാക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും അവന് നിന്നത്. പിന്നെ ടീച്ചറിന് കോള് വന്നതിൻ്റെ മനോവിഷമത്തിലാണ് അവൻ എടുത്ത് ചാടിയത്. ഒരിക്കലും അവൻ അങ്ങനെ ചെയ്യൂല. അതിനകത്ത് വെച്ച് അവനെ നല്ല രീതിക്ക് ഇവരെ ഹരാസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ പ്രിൻസിപ്പൾ സംസാരിക്കുന്ന സമയത്ത് തന്നെ അമ്മയുടെ പേര് ലതയാണ്, അതായത് അവർക്ക് എന്തോ അബദ്ധം പറ്റിയതാണ്, അബദ്ധം പറ്റി ചെയ്തത് തന്നെയാണ്, അതിൽ ഒരു സംശയവും ഇല്ല. എന്നിട്ട് അവർ ഏറ്റവും ലാസ്റ്റ് പ്രിൻസിപ്പൾ പറയുന്നത് പോലീസിന് ഫോൺ കൈമാറിയത് ആരാണ്? അത് പ്രിൻസിപ്പൾ പറയുകയാണ്, പോലീസിന് ഫോൺ കൈമാറിയത് ഞങ്ങളാണ്. അവൻ്റെ കയ്യിൽ നിന്ന് ഫോണൊന്ന് വാങ്ങിച്ചു വെച്ച് ഞങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പോലും അവൻ അനുവദിച്ചിട്ടില്ല ആ സമയത്ത്. അതെന്തുകൊണ്ട് അവരത് ചെയ്ത്? ഒരു ടീച്ചർ ആ ടീച്ചറിനെയാണ് അവന് ഏറ്റവും ഇഷ്ടമുള്ളത്. ഈ ലത എന്ന് പറയുന്ന മാഡത്തിനെയാണ് അവന് ഏറ്റവും ഇഷ്ടം. അവനെ പഠിക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതെല്ലാം ആ ഒരു ടീച്ചറാണ്. ആ ടീച്ചറിന് അത്ര സ്നേഹം അവൻ്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ അവൻ്റെ പേരിലൊരു മെസ്സേജ് വന്ന് ആദ്യം അവനെയല്ലേ അവർ വിളിച്ച് സംസാരിക്കേണ്ടത്. എടാ ഇങ്ങനെ എൻ്റെ പേരിലൊരു മെസ്സേജ് വന്നു, എന്താണ് കാര്യം? അവർക്കത് ചോദിക്കാമായിരുന്നു, അവരത് ചോദിച്ചില്ല. ശരി, അവരത് നേരെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ആ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട സമയം അവനവിടെ വിളിച്ച് നിർത്തിയിട്ട് ഞങ്ങളെ വിളിക്കേണ്ടേ? ഞങ്ങളെ വിളിച്ച് ചോദിക്കേണ്ടേ, നിങ്ങൾക്കിത് അറിയാമോ, അവൻ്റെ പേരിൽ ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ട്? ആദ്യം അവർ പറഞ്ഞ് അത് ടീച്ചറിൻ്റെ പേരിൽ അവ ഫോൺ എടുത്ത്, രണ്ടാമത് പറഞ്ഞ് റെഫറൻസ് വന്നത്. അത് കഴിഞ്ഞിട്ട് അതേ സെയിം മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് അറിയാന്നുള്ള കാര്യമാണ്. ഞങ്ങൾ അവന് ഈ ഏപ്രിൽ 1-ാം തീയതി ഞങ്ങൾ അവന് പൈസ കൊടുത്തിട്ടുണ്ട്. പൈസ കൊടുത്തപ്പോഴേ അവൻ ആ ആപ്പ് ലോണിന്റെ കാര്യത്തിൽ അവന് പേടിയില്ലായിരുന്നു. കാരണം അവൻ അറിയാം നമ്മൾ പിന്നെ പൈസ 10,000 രൂപയുടെ കഥയല്ലേ നിങ്ങൾ പറയാതിരിക്കില്ല. ഈ 10,000 രൂപയുടെ കഥയല്ലേ, ഒരു ലക്ഷങ്ങളൊന്നും അല്ലല്ലോ, ലക്ഷങ്ങളോ കോടികളോ ഒന്നും അല്ലല്ലോ. അവൻ ആ പൈസ എടുത്ത് ബിസിനസ് തുടങ്ങിയതല്ലോ, മുങ്ങിപ്പോയതല്ലോ. 10,000 രൂപ എടുത്തു, അമ്മയുടെ സർജറിക്ക് ആവശ്യം 10,000 രൂപ എടുത്തു, 14,000 രൂപ എടുത്തു. 14,000 രൂപ എന്ന് പറഞ്ഞാൽ അടയ്ക്കാൻ പറ്റുന്ന പൈസയാണോ? അതാണ് ഞങ്ങൾ പറയുന്നത്. നമ്മളെ കൊണ്ട് ഇത്രയും അവനെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് അവിടെ വരെ എത്തിക്കാമെങ്കിൽ ആ 10,000 രൂപ നമുക്ക് അടയ്ക്കാൻ പറ്റൂലേ? നമ്മൾ ചെയ്യുമായിരുന്നല്ല. അവർ ഒരു വാക്ക് ഞങ്ങളെ വിളിക്കാത്തത് എനിക്കിങ്ങനെ ഒരു മെസ്സേജ് വരുന്നുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ അനിയൻ അതിനകത്ത് വിളിച്ചു നിർത്തി ഹരാസ് ചെയ്യിക്കുകയല്ല അവർ ചെയ്യേണ്ടിയിരുന്നത്. അവർ വിളിക്കണമെന്ന്, അവരൊരു അധ്യാപികയായിരുന്നെങ്കിൽ അവർ അല്പമെങ്കിലും ഒരു മര്യാദ ഉള്ളവരായിരുന്നെങ്കിൽ ഞങ്ങളൊന്ന് വിളിച്ചവരൊന്ന് കോൺടാക്ട് ചെയ്യായിരുന്നു. ആ പ്രിൻസിപ്പളിന് അത് ചെയ്യാമായിരുന്നല്ല. എന്നിട്ട് പറയുന്നത് അത് പാരൻസിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പാരൻസിനെ കോൺടാക്ട് ചെയ്ത് അവർ കോൾ അറ്റൻഡ് ചെയ്തില്ല എന്നാണ് അവർ പറയുന്നത്. അവർ പാരൻസായിട്ട് അവർ അച്ഛനും അമ്മയും ആണെങ്കിലും 2 സഹോദരങ്ങളുണ്ട്, അവരും 2 അളിയന്മാരും ഉണ്ട്.
അവരെങ്കിലും അവർക്ക് വിളിച്ച് പറയാറുന്നല്ല. ഇത്രയും മനസ്സിനെ ഇത്രയും നീറിച്ചിട്ട് അവൻ ആ സ്റ്റാഫ് റൂമിനകത്ത് നിന്ന് ഇറക്കി അങ്ങ് വിട്ട്. അവൻ നേരെ പോയിട്ട് എവിടെ പോയി, എന്ത് ചെയ്യുന്നു, ഒന്നും അവരെ നോക്കിയില്ല. അങ്ങ് പോയി അവൻ അങ്ങ് പോയി. നമുക്കും അവനെ അങ്ങ് നഷ്ടപ്പെട്ടു പോയി. ആ ഫോണെങ്കിലും ഒരുപക്ഷെ അവന് കൊടുത്തിരുന്നെങ്കിൽ അവൻ നമ്മളെങ്കിലും ഒന്ന് വിളിക്കുമായിരുന്നു, നമ്മൾ ആശ്വസിപ്പിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ പ്രിൻസിപ്പളിനെ വിളിച്ച് സംസാരിക്കുമായിരുന്നു. അവരെന്തുകൊണ്ട് അത് ചെയ്തില്ല? 3 വർഷം അവന്റെ ജീവിതത്തിൽ 3 വർഷം അവരുന്ന് പഠിച്ചിട്ടാണ് അവൻ അവന്റെ സീറ്റ് കിട്ടിയത്. സാറിന് അറിയാമോ, അവൻ വീണ്ടും ആ കോളേജിൽ നിന്ന് മാറണമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ വീണ്ടും അവൻ എൻട്രൻസിന് വീണ്ടും അവൻ കൊടുത്തേക്കുകയാണ്, വീണ്ടും അവൻ പഠിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞു, നീ പഠിക്ക്, നിനക്ക് കിട്ടും. അവന് ഡോക്ടർ ആവണം, അതാണ് അവന്റെ ഏറ്റവും വലിയ സ്വപ്നം. അതിനുവേണ്ടി അവൻ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻട്രൻസിന് അപേക്ഷ കൊടുത്ത് വീണ്ടും എൻ്റെ അനിയൻ പഠിക്കുകയാണ്. അത്രയും ജീവിതത്തോട് അത്രയും താല്പര്യമുള്ള ഒരാള് ഒരു ടീച്ചറിന് വേണ്ടിയിട്ടൊക്കെ കയറി ചാടുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ ഞങ്ങൾക്ക്? ഇവരില്ലെങ്കിൽ ഒരു ടീച്ചർ, അവനെ സ്നേഹമുള്ള ടീച്ചർ എന്ന് പറയുന്നത്, ഇവർക്ക് എന്ത് സ്നേഹം അവൻ്റെ അടുത്ത് ഇരിക്കുന്നു? ഒരു അധ്യാപിക അവനെ വിളിച്ച് മാറ്റി നിർത്തി ഒരു വാക്ക് അവൻ്റെ അടുത്ത് ചോദിക്കാറുന്നല്ല, എടാ എൻ്റെ ഫോണിൽ ഇങ്ങനെ മെസ്സേജ് വരുന്നുണ്ട്, എന്താണ് കാര്യം, നീ പറയും. ചോദിക്കായിരുന്നു. അവരുടെ കുട്ടികളല്ലേ, അവരുടെ വീട്ടിലൊരാൾക്കാണ് ഈ അവസ്ഥ ഉണ്ടാവുന്നെങ്കിൽ അവരടക്കില്ലേ പൈസ? സാധാരണ അങ്ങനെയൊക്കെയല്ലേ നാട്ടിൽ നടക്കുക. തരണ്ട, അവരടയ്ക്കണ്ട. അതാണ് സാർ ഞാൻ ചോദിക്കുന്നത്, അവരടയ്ക്കണ്ട. അവർ അറ്റ്ലീസ്റ്റ് നമ്മളൊന്ന് വിളിക്കാൻ, അല്ലെങ്കിൽ അവരുടെ അടുത്തൊന്ന് സമാധാനത്തിലൊന്ന് സംസാരിക്കാനുള്ള ഒരു മര്യാദ അവർ കാണിച്ചു കളയാത്തത് എന്തുകൊണ്ട് അവരത് ചെയ്തില്ല? ആദ്യം അവർ പറഞ്ഞു അവരെ പേരിലാണ് ലോൺ എടുത്തതെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഒരാളെ ഈ ഒരൊറ്റ കാര്യം അത് വ്യാജം തന്നെയാണ്. അല്ല, ഞാൻ അതുണ്ടാവുമായിരിക്കാം, പക്ഷെ ഇതിങ്ങനെ പൊക്കി പിടിച്ചോണ്ട് ആപ്പ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊരു മറയാണ്. പല കാര്യങ്ങൾ മറയ്ക്കാൻ, പല ആൾക്കാരെ രക്ഷിക്കാനുള്ള മറയാണെന്ന കാര്യത്തിൽ തർക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.